എത്ര നാളുകൾ കണ്ടിട്ട്? 3 വർഷം. അടിമാലി എന്താ പറയാനുള്ളത്? ബിനീഷിന്റെ കല്യാണം ആയതിനെ പറ്റി എന്താ അടിമാലിക്ക് പറയാനുള്ളത്? ഞാൻ ആദ്യം പറഞ്ഞു ഒരു പാട്ടും പാടി എന്നെ ഇറക്കി നിന്നതാണ്. അല്ല, സാധാരണ ഞാൻ പാട്ടോടൊന്നും ഇറങ്ങി പോണത്. അത് വേറെ കാര്യമുണ്ട്. ബിനീഷ് ദാസിന്റെ നാടൻ പാട്ടിലെ ഓരോ ടീമുകൾ കല്യാണം കഴിച്ചു പോകുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അല്ലേ. മെയിൻ ഗായിക കോറസ് ടീം ഐഷു പോയപ്പോഴാണ് പുള്ളി ട്രൂപ്പ് നിർത്തിയത്. പിന്നെ അന്നാക്കാപ്പം നിന്ന് തകർക്കുകയായിരുന്നു. അപ്പോ എന്തായാലും ഓരോ ആളുകളുടെ കല്യാണം കഴിഞ്ഞാൽ കല്യാണങ്ങൾ നടന്നു പോകുന്നു. പുള്ളിയുടെ ട്രൂപ്പ് കളിക്കുന്ന എല്ലാവരുടെ കല്യാണം നടക്കില്ല. സ്റ്റാർ മാജിക്കിൽ എനിക്ക് മൈക്ക് തരാറില്ല. സ്വന്തം പരിപാടിക്ക് എനിക്ക് മൈക്ക് കിട്ടില്ല. പിന്നെ ഇത് ലക്ഷണമായിട്ട് എന്തൊക്കെ പറയാനാ പറക്കണ ആനന്ദ തലയ്ക്ക് വെള്ളം നിൽക്കുക. അതുപോലെ പെട്ടെന്ന് ഏറെ കയറ്റുന്ന സാധനമാണല്ലോ. ഞാനും പുള്ളി ഒരുപോലെയാണ്. എന്നെ കണ്ടതിന് ശേഷം കണ്ടുപിടിക്കുമായിരുന്നു. അല്ല, എന്താ പറയാനുള്ളത്? ഇനിയിപ്പോ കുറെ നാൾ ആഗ്രഹിച്ചിരുന്നു കല്യാണം കഴിച്ചത്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ അത് ഒരു വലിയ സന്തോഷത്തിൽ പറഞ്ഞത്. നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴേ സ്റ്റാർ മാജിക്കിനെ കുറിച്ച് ആരെങ്കിലും നമ്മളോട് കാര്യം ചോദിക്കണം. അപ്പൊ ചോദിക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ്. ഫസ്റ്റ് താമസൊക്കെ എങ്ങനെയാണ് അത് പറയും. പിന്നെ ബിനീഷ് ബാസിന്റെ കല്യാണത്തിന്റെ കാര്യം പറയും, തങ്കത്തിന്റെ കല്യാണത്തിന്റെ കാര്യം പറയും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാറ് അല്ലേ. പിന്നെ ഇപ്പൊ പറയാറങ്ങനെയല്ല, ആ പരിപാടി എങ്ങനെയെങ്കിലും രണ്ടാമത് നമുക്ക് തുടങ്ങാൻ പാടില്ലേ അത് ചോദിക്കാറ് എല്ലാവരും തന്നെ. സാധനം എഴുതുന്നില്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇവിടെ അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും വർക്കുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? പ്രതീക്ഷിക്കാമോ? എടാ, ഇത് നിന്റെ കല്യാണമാണ്. അവിടെ നിൽക്കുന്നത് നോക്കാം, നമുക്ക് ഒന്ന് ട്രൈ നോക്കാം. പിന്നെ പക്ഷെ ഇപ്പൊ ഞാൻ തൽക്കാലം ന്യൂസ് വായിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ടി വി എന്ന പുതിയ ചാനൽ വരുന്നു. അപ്പൊ അതിന്റെ ഇന്റർവെല്ലില് ന്യൂസ് വായിക്കാൻ അടിമാലി വിളിക്കുന്നു. പരിപാടിയുടെ പേര് ഓണയം. ഓക്കെ ഓക്കെ. എന്താ അറിയാൻ പറയാനുള്ളത്? അഖിലോട് ബിനീഷ് ബാസിന്റെ കല്യാണത്തിന് 3 തൊട്ടാണ് ഞാൻ ആശംസ പറയുന്നത്. ബിനീഷ് ബാസിനും താരയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസ നേരുകയാണ്. ബിനീഷ് ബാസിന്റെ അമ്മജി കുറച്ച് പുറത്തെടുക്കാം. കാരണം ഇനി അയലയും കൊണ്ട് വരുമ്പോൾ താരയായിരിക്കും വന്ന് കട തുറന്നിട്ട് ആരാ ബിനീഷ് ചേട്ടനോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസ അറിയിക്കുന്നു. ബിനീഷ് ബാസ് പിന്നെ അനൂപേട്ട ആദ്യം ഒരു പരിപാടി ആങ്കർ ചെയ്യുന്ന ഞാൻ കാണുന്നത്. അദ്ദേഹം വെളുപ്പിന് 4 മണിക്കോട്ട് മേക്കപ്പ് കയറിയതാണ്. 3 വട്ടം ടച്ച് ചെയ്യാൻ വേണ്ടി ആണ്ട വെച്ചു. അരുണുത്രാടത്തിന്റെ കൈ കഴിച്ചപ്പോൾ പറഞ്ഞു മേക്കപ്പ് ഇപ്പം കറക്റ്റാണ്. ഇവിടുത്തെ അതായത് ഈ ഹോട്ടലിലെ ലക്ഷ്മി നക്ഷത്രം ഇന്ന് അടൂപ്റ്റോളാണ്. കാരണം പുള്ളി 1-2 വട്ടം ആങ്കർ ചെയ്തിട്ടുണ്ട്. ഈ ഷോ വൈൻഡപ്പ് ചെയ്തത് പുള്ളിയായിരിക്കും. അനുവിന്റെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസ അറിയിക്കും. അല്ല, ശ്രീവിദ്യ ഇവിടെ ഇല്ലേ? വലിയ സ്റ്റാറായി നമ്മളെ പറഞ്ഞ കൗണ്ടർ വേണോ അതോ ഇപ്പൊ മനസ്സിലായി? എന്താ മൈക്ക് കൊടുക്കുന്നത്? ഇപ്പൊ മനസ്സിലായി. ഞങ്ങൾ സ്റ്റാറായി കല്യാണത്തിന് വരും. അതെ അത് ഓക്കെ, നേരത്തെ പറഞ്ഞു. ശ്രീവിദ്യ അവതരിക്കും. എന്നെ ആദ്യമായിട്ട് പിച്ച് ഔട്ട് തെറ്റി പാട്ട് പാടാൻ പഠിപ്പിച്ച ബിനീഷ് ബാസിന്റെ അങ്ങനൊരു ഗായകന്റെ കല്യാണമാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ ഞങ്ങളെല്ലാം കൂട്ടുന്നില്ല. എന്റെ കല്യാണത്തിന് പിണങ്ങിട്ട് വന്നില്ല. ഇനി ഭർത്താവ് പാടാൻ വിടുമെന്ന് ചോദിച്ചു ആദ്യം തലേന്ന് വിളിച്ചിട്ട്. ഇനി സ്വന്തമായിട്ട് ഗ്രൂപ്പിലേക്ക് ഒരു ഗായകനെ പാട്ട് പാടില്ലേ താരാ? ഇന്നലെ വളരെ വേണ്ടപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. മിനിഞ്ഞാന്ന് ടീമിന്റെ മധുരമുപ്പ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ അന്ന് ടീം ഒരു പാട്ട് പാടി. ടീം എപ്പോഴും പാട്ട് പാടാൻ ഉപയോഗിക്കുന്നത് ടീമിന്റെ ഒരു ഐപാഡ് ഉണ്ട്. അതിനകത്ത് എല്ലാവിധ ട്രാക്കുകളും ഉണ്ട്. ആദ്യത്തെ പാട്ട് കഴിഞ്ഞ
നിങ്ങളുടെ വോയിസ് ഉൾപ്പെടെ. അപ്പോൾ ആദ്യത്തെ പാട്ട് കഴിഞ്ഞതിന് ശേഷം കുറേ പേര് വന്നിരുന്നു, അടൂരിന്നും അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിരുന്നു. ആദ്യത്തെ പാട്ട് പാടിയതിന് ശേഷം ആ ട്രാക്കുകളുള്ള ഐപാഡ് മിസ്സായി. അതുകൊണ്ടാണ് നിന്നോട് പാട്ട് കേൾക്കാൻ പറ്റാത്തത്. അത് ഇസ്രായേൽ രാജ്യത്താണ്. പക്ഷേ ടീമിന്റെ പാട്ടിനോട് വളരെ എനിക്ക് ഇഷ്ടമുള്ള ഇനി മേലാൽ നീ പാടരുത് എന്നുള്ള അല്ല, ഇവിടെ ഇതിനൊക്കെ വേറെ സാധനം നടന്നു. മധുരം വയ്ക്കാൻ പറയുമ്പോൾ പുള്ളി എന്താ മേടിക്കുന്നില്ല, ഷുഗർ 400 ആവുന്നു. അതെ അനു ഈ സ്റ്റേജിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിക്കൻ ചാറ് ബിഗ് ബോസ് സാധനം ഉണ്ടെങ്കിൽ ആരും ബൗൺസേഴ്സ് ആണെങ്കിലും പൊക്കിയെടുത്ത് കൊണ്ടുവരണം. അവിടെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു, അതുകൊണ്ട് പൊക്കം അറിയാം. അതുകൊണ്ട് ഈ കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ മാജിക് ഇപ്പൊ ടി വിയിൽ കാണാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് ലക്ഷ്മി ഇവിടെ സ്റ്റാർ മാജിക് അവതരിപ്പിക്കണേ. ഇന്നലെ രാത്രി 2 മണിക്ക് കൂടെ എന്നെ വിളിച്ചത്, അത് വെളുപ്പിന് 2 മണിക്ക് കൂടെ എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചതാ. ഒരു 10 to 20 മിനിറ്റ് സ്റ്റാർ മാജിക് പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്നാ തുടങ്ങിയാലോ? ഇടതുകാലം മുന്നിലേക്ക് വെക്കണോ, വലതുകാലം മുകളിലേക്ക് ഉയർത്തണോ? 3, 4 team start. Ready, 3, 4, congratulations to team ലക്ഷ്മി പഴയ ടച്ചൊക്കെ പോയി. വല്ലപ്പോഴും പരിപാടി ഞാൻ വിളിക്കണേ, ഇല്ലെങ്കിൽ മറന്നു ഭയങ്കര നിനക്ക്. ഞാനൊരു കാര്യം ചോദിക്കാം, വിളിച്ചാലും വേദിയിലേക്കും വരില്ല, മൈക്കും മേടിക്കാത്ത ആള് മൈക്കൊക്കെ മേടിച്ച് ഭയങ്കരമായിട്ട് നീയൊക്കെ പോയപ്പോ പുള്ളിയായിരുന്നു ഒറ്റയ്ക്ക്. അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടില്ല. അതുകൊണ്ടല്ല ഇവര് മൈക്ക് എടുത്ത് സംസാരിക്കുന്നതിന് ബാക്കിൽ ഒരു മൈക്ക് ഉണ്ടായിരുന്നു. ആ മൈക്ക് എന്റെ കയ്യിലായിരുന്നു. അല്ലേ അഖില? ഒരു ചേട്ടന്റെ കല്യാണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ എല്ലായിടത്തും പ്രത്യേകിച്ച് മീഡിയക്ക് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീമിന്റെ കല്യാണം ഇവിടെ വെച്ചിട്ടുണ്ടാവും. എന്റെ കല്യാണം വരെ നടന്നു. എന്റെ കല്യാണം എന്റെ കല്യാണം ഉടൻ തന്നെ ഉണ്ടാവും. വെയിലും മഴയും മാറിയിട്ട്. അതെ, അല്ല വെയിലും മഴ ഉള്ള ടൈമിലേ കാണുള്ളൂ. അതെ, അപ്പൊ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ സംഭവിച്ചു. ഈ ഒരു വർഷം ഒരുപാട് സന്തോഷം. നമ്മളെല്ലാവരും കാത്തിരുന്നൊരു ദിവസമായിരുന്നു. ഞങ്ങൾ സ്റ്റാർ മാജിക് മാത്രമല്ല ടീമിനെ അറിയാവുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ടീമിന്റെ കല്യാണം. അതിന് ബിഗ് ബോസ് ആണ് സ്റ്റാർ മാജിക് ആണ് ഇഷ്ടം. അങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക് കണ്ടിട്ടാണ് എന്നെ ബിഗ് ബോസിലോട്ട് വിളിക്കുന്നത്. കോഴിയുടെ മുട്ടയുണ്ടാകുന്ന പോലെ ഇല്ല, അപ്പൊ എനിക്ക് എപ്പോഴും സ്റ്റാർ മാജിക് അതെ. അപ്പൊ ഒത്തിരി സന്തോഷം. എല്ലാവരുടെ ആശംസകളും ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. വേറെ ആരെങ്കിലും അതിന് ഭയങ്കരമായി ഞാൻ അറിഞ്ഞില്ല. ഓക്കെ ജസീല.